കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം രാത്രി വൈകിയും ഇന്ദിരാഭവനിൽ തുടരുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശിനെ യോഗത്തിന് വിളിച്ചു വരുത്തി. ദീപാദാസ് മുൻഷി, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുമായി ശരത് ലാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരത്, തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. മറ്റ് പാർട്ടികളെല്ലാം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോഴും ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ ഈ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ തുടർ ചർച്ചകൾ എന്താകും, ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികളാക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? കാരണം വൈകിട്ടും ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം ചേരുന്നു എന്നതുള്ളതാണ് ഇതിൽ വളരെ പ്രത്യേകത. ഇതിലേക്ക് അടൂർ പ്രകാശ് MPയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നാണ്. UDF കൺവീനർ എന്ന നിലക്കാണ് അടൂർ പ്രകാശ് MPയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ദീപദാസ് മുൻഷി തന്നെ നേരിട്ട് വിളിച്ചാണ് അടൂർ പ്രകാശ് ഈ യോഗത്തിനെത്തിയത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചുള്ള അടൂർ പ്രകാശ് വ്യക്തമായ ഒരു നിലപാടിലാണ്. മത്സരിക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. ഏതായാലും യോഗത്തിൽ അടൂർ പ്രകാശിനും K സുധാകരനും അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യോഗം ഇന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെ കേരളത്തിലെ മുഴുവൻ പട്ടികയെ സംബന്ധിച്ച കോൺഗ്രസ് പട്ടികയിലെ ധാരണയിലെത്തുമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നാളെ രാവിലെ തന്നെ VD സതീശനും അതേപോലെ സണ്ണി ജോസഫ് പറഞ്ഞ ഒരു വ്യക്തമായ മറുപടി അനുസരിച്ച് നാളെ തന്നെ CEC യോഗം കൂടുകയും ഈ പട്ടിക പുറത്തിറക്കും ചെയ്യുമെന്നാണ് പറഞ്ഞത്. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ VD സതീശൻ വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ ദിവസവും പട്ടിക ഉടനെ വരും, 24 മണിക്കൂറിന് വരും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ വരും എന്നാണ് VD സതീശൻ സണ്ണി ജോസഫ് നേരത്തെ മാധ്യമങ്ങളോട് കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നത്. ഇന്നും അതേ രീതി തന്നെ നാളെ പട്ടിക വരും എന്നാണ് വ്യക്തം. എന്നാൽ ഇത്രയും ചർച്ചകൾ വീണ്ടും, അതായത് 8 മണിക്ക് ശേഷം വീണ്ടും രാത്രി ഇന്ദിരാഭവനിൽ ഇത്തരമൊരു യോഗം നടക്കുന്നത് തന്നെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന്, പൂർണ്ണരൂപത്തിൽ എത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. അതേപോലെ തന്നെ നേരത്തെ CEC ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞ ക്ലിയർ ചെയ്ത പേരുകളായ 31 പേരുടെ പേരുകളും ഇപ്പോഴും പട്ടിക ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ പട്ടിക മാത്രം പുറത്തു വരുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും രാത്രി വൈകി വരെ കഴിഞ്ഞ തവണയാണ് സ്ക്രീനിങ് കമ്മിറ്റി 12 മണി വരെയാണ് നടന്നത്. ഈ കോർ കമ്മിറ്റി ഇനി എത്ര നീളും എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും കോർ കമ്മിറ്റി യോഗം ഇപ്പോഴും ഇന്ദിരാഭവനിൽ പുതിയ AICC ആസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:30 മണിയായി. ഇന്ന് രാവിലെ 11 മണിക്ക് 12:40 തുടങ്ങിയ യോഗങ്ങളാണ്. ഇതുവരെയായിട്ടും യോഗങ്ങൾ അവസാനിച്ചിട്ടില്ല. പക്ഷേ പട്ടിക മാത്രം പുറത്തു വരുന്നില്ല. അഞ്ജലി, കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ഇന്ദിരാഭവനിൽ രാത്രി വൈകി നടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നൽകിയത് ശരത് ലാലാണ്.